അഹാന അവിടെ കാർ നിർത്തിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അകത്ത് കയറുന്ന അഹാന ടീനയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുകയാണ്. ആ റൂമിൽ ക്യാമറ വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ നടക്കുന്നതെല്ലാം പർമീത്തിനും പരിചയത്തിനും കരണിനും അർജുനനും കാണാൻ കഴിയുന്നുണ്ട്. ഈ സമയം രണ്ടുപേർ അഹാനയുടെ അടുത്ത് വരികയാണ്. അവർ അഹാനയോട് ഓരോന്നും പറയുന്നത് കേൾക്കുന്ന അഹാനയ്ക്ക് ദേഷ്യം വരികയാണ്. ദേഷ്യം വരുന്ന അഹാനയുടെ മുഖഭാവം മാറുന്നത് കാണുന്ന ടീന അഹാനയോട് വേണ്ട എന്ന് തല കുലുക്കി കാണിക്കുകയാണ്. എന്നിട്ട് ക്യാമറ ഇരിക്കുന്നതും ടീന അഹാനയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കാണുന്ന അഹാനയ്ക്ക് ഇതെല്ലാം ട്രാപ്പാണെന്ന് മനസ്സിലാവുകയാണ്. അതറിയുന്ന അഹാന അവിടെയുള്ള എല്ലാവരെയും അടിച്ച് പഞ്ചറാക്കുകയാണ്. അഹാന അടിക്കുന്നത് ക്യാമറയിലൂടെ കാണുന്ന അവർ അഹാന എന്താണ് നാഗിനി ആകാത്തതെന്നും പറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ്. അഹാനയെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെല്ലാം അഹാന തടയുകയും തിരിച്ചടിക്കുകയും ചെയ്യുകയാണ്. ചെറിയ മുറിവുകൾ അഹാനയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അടിപൊളി ഫൈറ്റ് ആണ് നടക്കുന്നത്. അവസാനം എല്ലാവരെയും അടിച്ചിടുന്ന അഹാന ടീനയുമായി അവിടെ നിന്നും പോവുകയാണ്. പ്ലാൻ ഫ്ലോപ്പ് ആയതിൽ വിഷമിച്ചിരിക്കുകയാണ് എല്ലാവരും. അടുത്ത സീനിൽ പാലസിൽ വരുന്ന ടീന അഹാനയോട് ഇതെല്ലാം ചെയ്തത് ഇവിടെയുള്ളവർ തന്നെയാണ്, എനിക്ക് ചങ്കിസ്ഥാനികളെ പേടിയാണെന്ന് പറയുകയാണ്. നീ പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, സമയം വരുമ്പോൾ ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞിട്ട് അഹാന ടീനയുമായി അകത്തേക്ക് കയറി പോവുകയാണ്. ടീനയെ കാണുന്ന പർമീത്ത് നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ വളരെ ടെൻഷനോടെ ചോദിക്കുകയാണ്. ആ സമയം അവിടേക്ക് ഓടി വരുന്ന കരൺ ടീനയെ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ വളരെ സെന്റിമെന്റായി ഓരോന്നും പറയുകയാണ് കരൺ. അഹാന എങ്ങനെയാണ് ഇതെല്ലാം അറിഞ്ഞതെന്ന് പർമീത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ആ സമയം അവിടെ വരുന്ന ആര്യമൻ അഹാനയുടെ കയ്യിലെ മുറിവ് കാണുകയാണ്. പോകുന്നതിന് മുമ്പ് ഫോണിൽ വിളിച്ച് ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് പോകാത്തത് എന്താണെന്ന് ചോദിക്കുകയാണ് ആര്യമൻ. ആര്യമൻ വളരെ ഇമോഷണലായി മുറിവിൽ മരുന്ന് വെക്കാമെന്ന് പറയുന്നത് കേൾക്കുന്ന അഹാന ആര്യമനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. എരുളിന് കുട്ടി രാധിക ഒരു ഇച്ഛാധാരി നാഗത്തിന്റെ മകളാണെന്ന് മനസ്സിലാവുകയാണ്. ആ കാര്യം അറിയുന്ന എരുള് കുട്ടി രാധികയോട് ഇവിടെ ഇനി ആരും വരില്ല, ഇന്ന് മുതൽ നിന്റെ ഭാവയാണ് ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല, ഇന്ന് മുതൽ നീ എന്റെ മകളാണെന്ന് പറഞ്ഞ് എരുള് കുട്ടി രാധികയെയും ചങ്കിസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ രാജ്യത്തിലുള്ളവർ ബന്ധത്തിനെ കുറിച്ചും സ്നേഹത്തിനെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പറയും, പക്ഷെ അവർ അതെല്ലാം മറക്കും. നിന്റെ അമ്മ നിന്നോട് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഈ രാജ്യത്തിന് വേണ്ടിയും നിന്റെ സഹോദരിക്ക് വേണ്ടിയും നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷെ ചങ്കിസ്ഥാനികൾ അങ്ങനെയല്ല, നിനക്ക് അവിടെയുള്ളവരെ ഇഷ്ടപ്പെടും, അവിടെ ആരും സ്നേഹത്തിനെ കുറിച്ചൊന്നും പറഞ്ഞു നടക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടി രാധികയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് ഏരുള്. ഏരുള് എപ്പോഴും രാധികയ്ക്ക് ഈ കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ കഥ കേട്ടാണ് രാധിക വളർന്നത്. ഇത്രയും പാവമായ ഒരു കുട്ടിയെ എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നിയത്? അവർക്ക് ഒട്ടും ദയയും മനസാക്ഷിയും ഇല്ല. രാജ്യത്തിന് വേണ്ടിയും രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയും സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച ഒരു അമ്മയുടെ കഥ കേട്ടാണ് കുട്ടി രാധിക ഉറങ്ങാറുള്ളത്. രാധിക ഡ്രാഗൺ ആയത് എങ്ങനെയാണ്? അഹാനയുടെയും വിക്രമിന്റെയും എൻഗേജ്മെന്റ് നടക്കുമോ എന്നൊക്കെ അറിയാൻ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണേ. താങ്ക്